ഇന്നത്തെ ദിവസം ഒന്ന് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കാമെന്ന് കരുതിയാണ് വന്നത്. പ്രത്യേകിച്ചൊന്നുമില്ല. നമ്മളൊക്കെ ഒരു ഒരു സമൂഹത്തിൽ ജീവിക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും അയൽവാസികളുമായി അത്യാവശ്യം നല്ല ബന്ധങ്ങൾ വെച്ച് പുലർത്തുന്നവരാണ്. നല്ല അയൽപ്പക്കവും അയൽപ്പക്ക ബന്ധങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നവരുമാണ്. ആ രീതിയിൽ അയൽവാസികളുമായി വളരെ സുതാര്യവും സൗഹൃദപരവുമായ ബന്ധം വെച്ച് പുലർത്തി മുന്നോട്ട് ജീവിക്കുന്ന ആളുകളുമാണ് നമ്മൾ. ഏതായാലും നല്ല അയൽബന്ധങ്ങൾ ഉണ്ടാവേണ്ടത് നമ്മൾക്കെല്ലാവർക്കും അത്യാവശ്യമായൊരു കാര്യമാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം, നമ്മൾക്ക് നമ്മുടെ ലൈഫിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രയാസമോ ഒരു ബുദ്ധിമുട്ടോ ഉണ്ടായാൽ ആദ്യം നമ്മളിലേക്ക് ഓടിയെത്തുന്നതോ അല്ലെങ്കിൽ ആദ്യം നമ്മൾ സഹായം തേടുന്നതോ നമ്മളുടെ നല്ലവരായ അയൽവാസികളോടൊപ്പമായിരിക്കും, അല്ലെങ്കിൽ അയൽവാസികളോടായിരിക്കും നമ്മൾ ആ രീതിയിൽ ആദ്യമായി സഹായങ്ങൾ തേടുന്നത്. അത് നമ്മുടെ ജീവിത ശൈലിയുടെ ഒരു ഭാഗം കൂടിയാണ്, നമ്മളുടെ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗം കൂടിയാണ്. ഇത് എന്തിനാണ് ഇപ്പോൾ പറയുന്നതെന്ന് ചോദിച്ചാൽ, നമ്മുടെ വയനാട്ടിലുണ്ടായ ദുരന്തവുമായി അതിന് ബന്ധമുണ്ട്. മറ്റൊന്നുമല്ല, നമ്മളൊക്കെ ഓൺലൈൻ പർച്ചേസുകൾ ചെയ്യുന്ന ആളുകളാണ്. പലതരത്തിലുള്ള ഓൺലൈൻ കമ്പനികളിൽ നിന്ന് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഒരു സാധനമെങ്കിലും ഓർഡർ ചെയ്യാത്ത ആളുകൾ വളരെ വിരളമായിരിക്കും. അതുകൊണ്ട് തന്നെ അതൊരു മോശമായ കാര്യമാണ് എന്നല്ല, നമ്മളുടെ ഇഷ്ടങ്ങൾ, നമ്മളുടെ ചോയ്സുകൾ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യവും അവകാശമൊക്കെ നമുക്ക് മാത്രമാണ്. അതുകൊണ്ട് ആ രീതിയിൽ ഓൺലൈൻ പർച്ചേസുകൾ ചെയ്യാനുള്ള എല്ലാവർക്കും അവരുടേതായ അവകാശങ്ങളും അവരുടെ സ്വാതന്ത്ര്യങ്ങളും ഉണ്ട്. പക്ഷേ അങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും നമ്മുടെ നാട്ടിൽ ഒരു ദുരന്തമുണ്ടാകുമ്പോൾ, ഒരു പ്രയാസമുണ്ടാകുമ്പോൾ ഈ വിദൂരതയിലുള്ള ഓൺലൈൻ കമ്പനികൾ ആരും നമ്മളിലേക്ക് വരാറില്ല. ആദ്യം നമ്മളിലേക്ക് എത്തുന്നത് നമ്മുടെ നാട്ടിൻപുറത്തുള്ള ചെറുകിട കച്ചവടക്കാരും ബിസിനസ് ചെയ്യുന്ന മറ്റ് ആളുകളുമാണ് ആദ്യം നമ്മളിലേക്ക് ഓടിയെത്തുന്നതും നമ്മൾക്ക് വേണ്ട സഹായങ്ങളുമായി മറ്റ് പുനരധിവാസം അടക്കമുള്ള കാര്യങ്ങൾക്ക് മുന്നിട്ടിറങ്ങുന്നതും. അത്തരം ചെറുകിട ബിസിനസ്സുകളും നമ്മുടെ നാട്ടിൽ തന്നെ ചെറിയ രീതിയിൽ ബിസിനസ്സുകൾ ചെയ്ത് വലിയ ശൃംഖലകളായി മാറിയ വലിയ കമ്പനികളും ഒക്കെയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് അയൽപ്പക്ക ബന്ധങ്ങൾ എന്ന പോലെ തന്നെ നമ്മൾ അങ്ങേയറ്റം നല്ല രീതിയിൽ ബന്ധം കാത്തു സൂക്ഷിക്കേണ്ട ഒരു വിഭാഗം ആളുകളാണ് നമ്മുടെ നാട്ടിലുള്ള ബിസിനസ്സുകാർ, ചെറുകിട കച്ചവടക്കാർ. അവരുമായി നമ്മൾ സഹകരിക്കുക. എല്ലാത്തിനും നമ്മൾ ഓൺലൈൻ പർച്ചേസുകളെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ നാളെ ഒരു സമയത്ത് നമ്മുടെ നാട്ടിലൊരു ദുരന്തമുണ്ടായാൽ നമുക്കരികിലേക്ക് ആദ്യമായി ഓടിയെത്തേണ്ടത് നമ്മുടെ നാട്ടിലെ ചെറുകിട കച്ചവടക്കാരും അതുപോലെ സുമനസ്സുകളുള്ള വ്യക്തികളുമാണ് എന്നൊരു ഓർമ്മ ജീവിതത്തിൽ എപ്പോഴും നമ്മൾ കീപ്പ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. മറ്റൊരു കാര്യം, നമ്മുടെ നാട്ടിൽ ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ എല്ലാ കാലത്തും ആ ദുരന്തങ്ങളിൽ ആശ്വാസവുമായി ഇറങ്ങിത്തിരിക്കുന്ന സന്നദ്ധ സംഘടനകളും സന്നദ്ധ പ്രവർത്തനങ്ങളും ഒക്കെയായി മുന്നിട്ടിറങ്ങുന്ന ആളുകളെ അപമാനിക്കുന്ന ഒരു കൂട്ടം ആളുകൾ എല്ലാ കാലത്തും നമ്മുടെ നാട്ടിൽ കാണാറുണ്ട്. അവരുടെ ഒരു വിശ്വരൂപം നമ്മൾ കണ്ടു തുടങ്ങിയത് 2018 പ്രളയകാലം മുതലാണ്. അന്ന് അവർ നടത്തിയ പ്രത്യേക ക്യാമ്പയിൻ തന്നെ നിങ്ങൾക്കെല്ലാവർക്കും ഓർമ്മയുണ്ടാവും. കേരളത്തിന് 10 പൈസയുടെ സഹായം ചെയ്യരുതെന്ന് പറഞ്ഞിട്ട് അവർ ഇന്ത്യയിലടക്കം വളരെ വ്യാപകമായിട്ട് അവർ പ്രത്യേക ക്യാമ്പയിൻ തന്നെ നടത്തുകയുണ്ടായി. ഇത്തരം കാര്യങ്ങളുമായി മുന്നിട്ടിറങ്ങുന്ന ഇവരൊക്കെ പ്രതിനിധാനം ചെയ്യുന്നത് സംഘപരിവാർ സംഘടനകളെയാണ്. ഇവരെ പലരും തള്ളിപ്പറയാറുണ്ടെങ്കിലും, അവരുടെ ഓൺലൈൻ സൈബർ പോരാളികളും നാട്ടിലെ കുറച്ച് അനുയായികളും ഒക്കെ അവരെ തള്ളിപ്പറയാറുണ്ടെങ്കിലും എല്ലാ കാലത്തും അവർ സംഘപരിവാറിൻ്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും തീവ്ര ഹിന്ദുത്വ സംഘടനകളുടെയൊക്കെ തലപ്പത്തും അതിൽ അനുയായികളായും അംഗങ്ങളായും ഒക്കെ പ്രവർത്തിക്കുന്നവരാണ്. അവർ ഇത്തവണയും പതിവ് തെറ്റിക്കാതെ തന്നെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സഹായങ്ങൾ ചെയ്യരുത് എന്ന പേരിൽ പലതരത്തിലുള്ള പ്രചരണങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവരെ നമ്മൾ പ്രത്യേകം തിരിച്ചറിയുക. മാത്രമല്ല, അവരുടെ ഭൗതിക സൈദ്ധാന്തികൻ എന്ന് അവകാശപ്പെടുന്ന ഒരു വൃദ്ധൻ നമ്മുടെ വയനാട്ടിലുണ്ടായ ഈ ദുരന്തത്തിൽ അവിടുത്തെ ജനങ്ങൾക്ക് സഹായം ചെയ്യാൻ ഇറങ്ങിത്തിരിച്ച സന്നദ്ധ സേവകരെ എല്ലാവരെയും അടച്ചാക്ഷേപിക്കുന്ന രീതിയിലുള്ള പ്രസ്താവനകൾ നടത്തുകയുമുണ്ടായി. ഇവരെ നമ്മൾ എല്ലാ കാലവും കരുതിയിരിക്കുക. വീട് കിടക്കുന്നവനെ വീണ്ടും ആഞ്ഞു ചവിട്ടുകയും അവരുടെ മുഖത്തേക്ക് കാർക്കിച്ച് തുപ്പുകയും ചെയ്യുന്ന പോലത്തെ ഒരു മാനസിക നിലയാണ് അവർക്കുള്ളത്.
അവരെ എങ്ങനെ മനുഷ്യരെന്ന് വിളിക്കാം എന്ന് പോലും എനിക്കറിയില്ല. കാരണം മനുഷ്യരൂപം പൂണ്ട ചില ഒരു വിഭാഗം ആളുകളാണവർ. ഈ ചെന്നായി ആട്ടിൻതോൽ അണിഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് ചെന്നായിനെ ആടെന്ന് വിളിക്കാൻ കഴിയില്ല. ഇതേപോലെ മനുഷ്യരൂപം പൂണ്ട കുറച്ച് ക്ഷുദ്രജീവികൾ, നികൃഷ്ടജീവികൾ നമുക്കിടയിൽ ജീവിക്കുന്നുണ്ട്. അവരെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ആ കൂട്ടത്തിൽ വരുന്ന വിഭാഗങ്ങളിൽ പെട്ടവരാണ് അവരും. അതുപോലെ തന്നെ ഈ ദുരന്തകാലത്ത് ഈ ചെറിയ മക്കൾ, ചെറിയ കുഞ്ഞുങ്ങൾ, മാതാപിതാക്കൾ മരിച്ചുപോയ, പാല് കുടിക്കുന്ന പ്രായത്തിൽ തന്നെ അച്ഛനമ്മമാരെ നഷ്ടപ്പെടേണ്ടി വന്ന ചെറിയ കുഞ്ഞു മക്കൾ, ആ മക്കൾക്കാർക്കെങ്കിലും മുലപ്പാൽ ആവശ്യമുണ്ടെങ്കിൽ പറയണേ, ഞങ്ങൾ റെഡിയാണെന്ന് പറഞ്ഞ് 2 ഫാമിലി മുമ്പോട്ട് വന്ന ഒരു വാർത്ത നമ്മളെല്ലാം കണ്ടതാണ്. ദേശീയ മാധ്യമങ്ങളിൽ ആ വാർത്ത വന്നതാണ്. അതുപോലെ തന്നെ ജർമ്മനി അടക്കമുള്ള നാട്ടിലെ പത്രങ്ങളിലൊക്കെ ആ വാർത്തകൾ വന്നതാണ്. ഈ ലോകത്ത് ഇങ്ങനെ മനുഷ്യരുണ്ടോ എന്ന് അത്ഭുതപ്പെട്ടുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ജർമ്മനിയിലൊക്കെ ആ വാർത്ത വന്നതാണ്. അത്തരം കമൻറ്റ്, അത്തരം പോസ്റ്റുകൾക്ക് താഴെ വന്നിട്ട് വളരെ മോശമായ കമൻറ്റുകൾ ഇടുന്ന കുറേ ആളുകളെയും ഈ ദുരന്തകാലത്ത് നമ്മൾ കണ്ടു. അവരിൽ ചിലരെയൊക്കെ നാട്ടുകാർ കൈകാര്യം ചെയ്തു എന്ന വാർത്തയും പുറത്തു വരുന്നുണ്ട്. അത് വളരെ ആശ്വാസകരമായൊരു കാര്യമാണ്. ഏതായാലും അങ്ങനെയുള്ള കുറച്ച് ആളുകളും നമുക്കിടയിൽ ജീവിക്കുന്നുണ്ട്. അവരെയും കൂടി നമ്മൾക്ക് അതിജീവിക്കേണ്ടതുണ്ട്. ഈ ദുരന്തങ്ങളെക്കാളും വലിയ ദുരന്തങ്ങളാണ് ഈ പറയപ്പെട്ട നികൃഷ്ട ജീവികൾ. അതുകൊണ്ട് നമ്മളിതെല്ലാം തരണം ചെയ്യും. ഇതിനെല്ലാം നമ്മൾ മറികടക്കും. അവരെയും നമ്മൾ അതിജീവിക്കും.